ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്കിൾ വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളിന്ന് വീക്കെൻഡായിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ. പോകുന്ന ടൈം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ രാത്രി 12 മണിയായി. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് പോകേണ്ട ഒന്നും പ്ലാനില്ല. അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ ടൈം കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക്. പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. പക്ഷേ എവിടേക്കാണെന്നുള്ളൊരു പ്ലാനൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ വണ്ടിയിൽ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. പിന്നെ രാത്രി 12 മണി കഴിഞ്ഞെങ്കിൽ റോഡിൽ നല്ല തിരക്കായിരുന്നു, നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് വീക്കെൻഡ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും തണുപ്പൊക്കെയാണ് കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് കോട കാണാം. അപ്പോൾ എങ്ങോട്ടുള്ള പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ നമ്മളിതാ പോകുന്ന വഴിക്ക് കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ വരുന്ന വഴി ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടുട്ടോ. അപ്പോൾ നമുക്കൊന്ന് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വണ്ടി നിർത്തി എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തണുപ്പ് ഒരു രക്ഷയില്ല ഗൈസ്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ നല്ല കോട ഇറങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. പിന്നെ കുറച്ചൊന്ന് വെളിച്ചത്തിൻ്റെ ഒരു കമ്മി ഉണ്ടാവും, കാരണം നൈറ്റ് ആയതുകൊണ്ട് അധികം ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ വീഡിയോ. പിന്നെ നമ്മുടെ സൗദി അറേബ്യയിൽ പലയിടങ്ങളിലും നല്ല ചൂടാണ് കേട്ടോ. പക്ഷേ അബഹയിൽ മാത്രം ക്ലൈമറ്റ് വളരെ വ്യത്യാസമാണ്. ഇവിടെ തണുപ്പും മഴയും മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. ശരിക്കും അവിടെ നിൽക്കാനേ പറ്റുന്നില്ല കേട്ടോ. വിറയ്ക്കായിരുന്നു, കാരണം അത്രയും തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മളവിടെ നിന്നു കേട്ടോ. അതിനുശേഷം കോട ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ കോട ഇറങ്ങിയപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ടു. കാരണം തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. നല്ല തണുപ്പ്, അതുപോലെ തന്നെ കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റുമായിരുന്നു. എന്തായാലും നല്ല നല്ല രസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കമ്മിയുണ്ട്. കുറച്ചല്ല, നല്ല ക്ലാരിറ്റി കമ്മിയാണ്. അപ്പോൾ കുറച്ച് നേരം നിന്നപ്പോൾ നല്ല കോട ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവും അറിയില്ല. കണ്ടോ, നന്നായിട്ട് കോട ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം അവിടെ നിന്ന് പോകാനുള്ളൊരു പ്ലാനിങ് ആണ്. കാരണം കുറച്ച് നേരം കൂടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രയും തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ ഒന്നും കാണുന്നില്ല അല്ലേ, കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ആ ബാക്കിലൊക്കെ കണ്ടെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാവും, മൊത്തം അങ്ങനെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് വിചാരിച്ചു. കാരണം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അത്രയും തണുപ്പും കാറ്റൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് വേഗം ഇറങ്ങാം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഷവർമ്മ കഴിക്കാനാണ്. കാരണം നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് കേട്ടോ. പ്രത്യേകിച്ച് ചേട്ടന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഷവർമ്മ കഴിക്കാനുള്ളൊരു പ്ലാനിങ്ങാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ തൊട്ട് അടുത്ത് തന്നെ ഒരു ഷവർമ്മയുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറി. അപ്പോൾ എല്ലാവർക്കും ഇതാ ഷവർമ്മ കഴിക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഓണം മേക്കപ്പ് ലുക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമുക്ക് ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഓണം കുറച്ച് ദിവസം കൂടി ഇല്ല ഓണത്തിനുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീഡിയോ ചെയ്യണമല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മളിതാ ഷവർമ്മയൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഷവർമ്മ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ പെട്ടെന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. എവിടേക്ക് പോകണം എന്നൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. പെട്ടെന്ന് പുറത്ത് വന്നിട്ട് അങ്ങനെ പിന്നെ ഇറങ്ങിയതാണ്. പിന്നെ ടൈമൊക്കെ ഒരുവിധം ആയിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും 3 മണി 4 മണിയൊക്കെ ആവും തോന്നുന്നുണ്ട് റൂം എത്താൻ വേണ്ടിയിട്ട്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും പുറത്താണ് കേട്ടോ. ഭയങ്കര തിരക്കും ഉണ്ട്, ബ്ലോക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോവാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷവർമ്മയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ രാത്രി ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല, ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഷവർമ്മയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഈ തണുപ്പിൽ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ആ ചൂടോടുകൂടി തണുപ്പ് കാലാവസ്ഥയിൽ കഴിക്കുമ്പോൾ നല്ല അടിപൊളി വൈബാണ്. അങ്ങനെ നമ്മളിതാ ഫ്രഞ്ച് ഫ്രൈസും കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാലാവസ്ഥയായിട്ട് ഈ ഒരു തണുപ്പ്, മഞ്ഞ്, മഴ, ഇതാകുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ചേട്ടനാണെങ്കിൽ അധികം തണുപ്പ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ എൻജോയ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയുള്ള പ്ലാൻ ഇതിൻ്റെ തൊട്ടടുത്തൊരു വ്യൂ പോയിന്റ് കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയും കൂടി കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു പ്ലാനില്ലാണ്ടാണല്ലോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാനുള്ള പ്ലാനേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് നമ്മളൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ പിന്നെ അവിടേക്കും കൂടി പോകാനുള്ളൊരു പ്ലാനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി കുറവുണ്ടാകും, കാരണം നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് അധികം വെളിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തെന്ന് മാത്രം. അപ്പോൾ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിൽ പോകാൻ കേട്ടോ. അപ്പോൾ അതിന് മേലോട്ട് നമുക്ക് കയറണം. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. രാത്രി നമ്മളെല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ പോകാമെന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. അധികം വെളിച്ച കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ലൈറ്റ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറണം.
അപ്പോൾ കുറേ ആളുകൾ അങ്ങോട്ട് കയറുന്നുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഒന്നാമത് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് പേര് പുറത്തിറങ്ങുന്ന ഒരു ടൈമാണ് കേട്ടോ. പിന്നെ അവർ ഇവിടെ ഉള്ളവരൊക്കെ രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ ആയിരിക്കും ഒരു റൂമിലെത്തുക. അങ്ങനെ നമ്മളിതാ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ച ഇതാണ്. നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. ശരിക്കും പകൽ കാണുന്നേക്കാൾ രാത്രിയാണ് കേട്ടോ അവിടെ അങ്ങനെ കാണാൻ വേണ്ടി ഭംഗി. പക്ഷേ നമുക്ക് രാത്രി വീഡിയോ എടുക്കുമ്പോൾ വെളിച്ചം ഉണ്ടാവില്ല, അതായത് ക്ലാരിറ്റി കുറവുണ്ടാവും, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഈ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും പകലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല വെളിച്ചത്തിൽ വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ ഈ ഒരു പകൽ വേറൊരു ഭംഗി, രാത്രി വേറൊരു ഭംഗി, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സമയം 3 മണി കഴിഞ്ഞോട്ടോ. ഇനി നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരെയ്ക്കും ബൈ.